നമസ്തേ. ടാരോഡ് ഹീലിംഗ് വിത്ത് കൃഷ്ണബിന്ദു എന്ന ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കുന്ന റീഡിങ്സ് നിങ്ങളുടെ വ്യക്തിയിൽ നിന്നും തേർഡ് പാർട്ടി സിറ്റുവേഷൻസ് അവസാനിക്കുമോ എന്നും അവരെടുക്കാൻ പോകുന്ന ആക്ഷൻ, അവരൊരു പക്ഷേ ഫ്യൂച്ചർ എന്ന എനർജിയിലേക്ക് എടുക്കാൻ പോകുന്ന ആക്ഷൻ എന്താണെന്ന് കൂടിയാണ് നമ്മൾ നോക്കുന്നത്. തീർച്ചയായിട്ടും നിങ്ങൾ ആർക്ക് വേണ്ടിയിട്ടാണോ റീഡിങ്സ് കാണുന്ന അവരുടെ ഫേസ് മനസ്സിൽ ഓർത്തുകൊണ്ട് അവരുടെ പേര് പറഞ്ഞുകൊണ്ട് പ്രാർത്ഥനയോടുകൂടി ലൈക്ക് ചെയ്ത് നിങ്ങളുടെ എനർജിയെ കണക്റ്റ് ചെയ്തുകൊണ്ട് തന്നെ കാണാൻ ശ്രമിക്കുക. നിങ്ങൾക്ക് റെസനേറ്റ് ആവാനും നിങ്ങൾക്ക് റെസനേറ്റ് ആവുന്ന ഇൻഫർമേഷൻസ് ലഭിക്കാനും വേണ്ടിയിട്ട്, അതുപോലെ ഈ ഒരു റീഡിങ്സിൽ നിങ്ങളുടെ പ്രസൻസ് ഉണ്ടാകുന്നതിന് വേണ്ടിയിട്ട് തീർച്ചയായിട്ടും റീഡിങ്സിൽ നിങ്ങൾ താങ്ക് യു യൂണിവേഴ്സ് എന്നോ താങ്ക് യു ഏഞ്ചൽസ് എന്നോ രേഖപ്പെടുത്താൻ മറക്കരുത്. കാരണം നിങ്ങൾക്ക് ഈ ഒരു സമയത്ത് നിങ്ങളുടെ ഈ ഒരു അവസ്ഥയിൽ നിങ്ങൾക്ക് ഇതുപോലൊരു എനർജി നിങ്ങളിലേക്ക് നൽകിയതിന്, ഇങ്ങനെ ഒരു ഇൻഫർമേഷൻ ഡിവൈൻ നിങ്ങൾക്ക് നൽകിയതിന് എപ്പോഴും നിങ്ങൾ നന്ദിയോടുകൂടി സ്മരിക്കുന്നതിന് വേണ്ടിയിട്ട് മാത്രമാണ് നമ്മൾ താങ്ക് യു യൂണിവേഴ്സ് എന്നോ താങ്ക് യു ഏഞ്ചൽസ് എന്നോ കമൻറ്റിൽ രേഖപ്പെടുത്തണമെന്ന് പറയുന്നത്. കാരണം നമുക്ക് എന്ത് പോസിറ്റീവ് ലഭിക്കുന്നുവോ അത് നമ്മൾ തിരിച്ചു കൊടുക്കാനും ശ്രമിക്കുക. അതിൻ്റെ ഫലമെന്ന് പറയുന്നത് നമുക്ക് 100 ഇരട്ടിയായിട്ട് നമ്മുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ സൃഷ്ടിക്കപ്പെടും. പോസിറ്റീവാകുന്ന പല കാര്യങ്ങളും നിങ്ങളിലേക്ക് വന്നു ചേരും. നിങ്ങൾക്ക് നിങ്ങളുടേതാകുന്ന ഒരു സ്ട്രെങ്ത് എനർജിയിലൂടെ കണക്റ്റ് ചെയ്ത് മുന്നോട്ടേക്ക് പോകാൻ സാധിക്കും. ജീവിതത്തെ തന്നെ നിങ്ങൾക്ക് മാറ്റിയെടുക്കാൻ സാധിക്കും. നന്ദിയുള്ളവരാവുക എന്നതിൻ്റെ ഫലമായിട്ട് നമ്മൾ മറ്റു പൂർവികർ പറയും പോലെ കൊടുക്കും തോറും ഏറിടുമെന്ന ആ ഒരു കാര്യം നമ്മളെപ്പോഴും ഓർക്കുക. നമ്മൾ എന്താണോ പോസിറ്റീവായിട്ട് ചെയ്യുന്നത് അത് നമുക്ക് തിരിച്ച് അതിനേക്കാൾ ഇരട്ടിയായിട്ട് വന്നു ചേരുമെന്നുള്ളതിന് ഒരു സംശയവുമില്ലാത്ത കാര്യമാണ്. പിന്നെ ജനറൽ റീഡിങ്സ് ആണ്. അതുപോലെ തന്നെ റീഡിങ്സ് ഇഷ്ടമാവുകയാണെങ്കിൽ തീർച്ചയായിട്ടും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഒരു മാനിഫെസ്റ്റേഷൻസ് എനർജിയോട് കൂടി തന്നെയാണ് ഓരോ റീഡിങ്സും നിങ്ങൾക്ക് നൽകുന്നത്. അതുമാത്രവുമല്ല ഒരു മൈൻഡ് റീഡിംഗ് ആണെന്ന് കൂടി മനസ്സിലാക്കുക. മറ്റൊരു വ്യക്തിയുടെ മൈൻഡ് എനർജി എടുത്ത് നമ്മൾ നിങ്ങൾക്ക് റീഡ് ചെയ്ത് തരുന്നതാണ്. അപ്പം അതിനകത്തുള്ള എനർജികളെ നിങ്ങൾ എത്രത്തോളം പോസിറ്റീവായിട്ട് കണക്റ്റ് ചെയ്യുന്നുവോ അതനുസരിച്ച് നിങ്ങളുടെ ജീവിതത്തിലേക്ക് കാര്യങ്ങൾ റെസനേറ്റ് ആയിട്ട് വരുന്നതായിരിക്കും കേട്ടോ. ജനറൽ റീഡിങ്സ് റെസനേറ്റ് ആവുക എന്നത് നിങ്ങളുടെ എനർജിയാണ് കേട്ടോ. നിങ്ങളുടെ വൈബ് അനുസരിച്ചേ അത് പോസിബിൾ ആവുകയുള്ളൂ. കാരണം നിങ്ങൾക്കാണ് അവിടെ പ്രാധാന്യം. നിങ്ങൾ കൊടുക്കുന്ന പ്രാർത്ഥനയും വിശ്വാസവും പോസിറ്റിവിറ്റിയും ആണ് അതിന് പ്രാധാന്യമായിട്ട് വരുന്നത്. നമുക്കിവിടെ അസ്ട്രോളജിക്കൽ സൈൻ ഒന്നും കണക്റ്റ് ചെയ്ത് വന്നിട്ടില്ല കേട്ടോ. അപ്പോൾ ഓവറോൾ എനർജിയിലേക്ക് ഇത് കണക്റ്റഡ് ആവാൻ സാധ്യതയുണ്ട്. ജസ്റ്റ് ഒരു ഓഗസ്റ്റ് മാസത്തിൻ്റെയും അതുപോലെ ജൂൺ മാസത്തിൻ്റെയും എനർജി കണക്റ്റ് ചെയ്ത് നിൽക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. നമുക്ക് റീഡിങ്സിലേക്ക് കടക്കാം. തേർഡ് പാർട്ടി പ്രസൻസ് അവസാനിക്കുമോ എന്നുള്ളൊരു എനർജിയിൽ ശരിക്കും സ്ട്രെങ്ത് കാർഡാണ് ഫസ്റ്റ് തന്നെ വന്നിരിക്കുന്നത്. വെരി ഡിഫിക്കൽറ്റി ആയിട്ടുള്ളൊരു എനർജിയാണ് തേർഡ് പാർട്ടി പ്രസൻസ് എന്ന് പറയുന്നത് കേട്ടോ. ഒരു പക്ഷേ ഫാമിലി ആവാം തേർഡ് പാർട്ടി ആയിട്ട് നിൽക്കുന്ന സിറ്റുവേഷൻസ്. തേർഡ് പാർട്ടിയെ നിങ്ങളുടെ വ്യക്തിക്ക് ശരിക്കും മനസ്സിലാക്കാൻ പറ്റിയിട്ടില്ല. ഒരു 2 ഫേസ് എനർജി ഉള്ളൊരു പേഴ്സൻ്റെ അല്ലെങ്കിൽ സിറ്റുവേഷൻസിനെയാണ് നമുക്ക് തേർഡ് പാർട്ടി എനർജി ആയിട്ട് പറയാൻ പറ്റുന്നത്. തേർഡ് പാർട്ടി എന്ന് പറയുമ്പോൾ ഒരു പക്ഷേ വ്യക്തികളാവാം, സാഹചര്യങ്ങളാവാം, മറ്റു ബ്ലഡ് റിലേഷൻ എനർജിയിലേക്കൊക്കെ പോകുന്ന ബന്ധങ്ങളാവാം, സൗഹൃദ ബന്ധങ്ങളാവാം. അങ്ങനെ ഒരു വ്യക്തിയെ മാത്രമല്ല കേട്ടോ നമുക്ക് തേർഡ് പാർട്ടി ആയിട്ട് കാണാൻ സാധിക്കുന്നത്. ചിലപ്പോൾ അവരുടേതാകുന്ന ആ ഒരു സമയവുമാവാം തേർഡ് പാർട്ടി ആയിട്ട് നമ്മുടെ ലൈഫിൽ വന്ന് നിൽക്കാൻ കാരണമാകുന്നത് കേട്ടോ. എന്താണെങ്കിലും 8 ഒരു സ്ട്രെങ്ത് കാർഡാണ് വന്നിരിക്കുന്നത്. ശരിക്കും ഒരു 2 ഫേസ് എനർജിയാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത് കേട്ടോ. ഒരു 2 ഫേസ് എനർജി പ്രസൻസ് ആണ്. അതായത് 2 ഫേസ് എനർജിയോട് കൂടി നിൽക്കുന്നതാണ്. അതായത് ഒരു പക്ഷേ അത് പോസിറ്റീവായിട്ട് നിങ്ങളുടെ വ്യക്തിക്ക് ഫീൽ ചെയ്യുമ്പോഴും അതിൻ്റെ ഒരു ഔട്ട്കം എന്ന് പറയുന്നത് നെഗറ്റീവായിരിക്കും. അതിൽ നിന്നും പോസിറ്റീവായിട്ട് ഒന്നും തന്നെ ഫ്യൂച്ചർ എനർജിയിലേക്ക് നിങ്ങളുടെ വ്യക്തിക്ക് ലഭ്യമാവാത്തൊരവസ്ഥയാണ്. അതുപോലെ തന്നെ 2 ഫേസ് എനർജിയിലാണ് നിൽക്കുന്നത്. വരും വരായികകളെക്കുറിച്ച് നിങ്ങളുടെ പേഴ്സണ് തീർച്ചയായിട്ടും മനസ്സിലാക്കിയെടുക്കാൻ സാധിക്കാതെ പോകുമെന്നുള്ള ഒരു സാഹചര്യം കൂടിയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. തീർച്ചയായിട്ടും ഒരു വലിയ വീഴ്ച, നിങ്ങളുടെ ബന്ധത്തിലുണ്ടായ ഒരു വിള്ളലാണ് തേർഡ് പാർട്ടിക്ക് അവിടെ കയറിപ്പറ്റുക അല്ലെങ്കിൽ തേർഡ് സിറ്റുവേഷൻസ് അവിടെ ക്രിയേറ്റ് ചെയ്യാനുണ്ടായ കാരണം. കാരണം ഏറ്റവും നല്ല രീതിയിൽ
വളരെ സ്ട്രോങ് ആയിട്ട് കടന്നു പോയിക്കൊണ്ടിരുന്നത്, അതായത് പൂർണ്ണതയിലെത്തി എന്ന് ചിന്തിച്ചെടുത്തു വെച്ചാണ് നിങ്ങളുടെ ബന്ധത്തിനൊരു പതനമുണ്ടാകുന്നത്, ഒരു അധപ്പതനം അല്ലെങ്കിൽ ഒരു വീഴ്ച സംഭവിക്കുന്നതായിട്ട് കാണുന്നത്. നല്ല രീതിയിൽ വളരെ പോസിറ്റീവായിട്ടും വളരെയധികം എന്താ പറയുക, ഒരു അത്ഭുതകരമാകുന്ന രീതിയിൽ നല്ലൊരു വിജയം കരസ്ഥമാക്കിയ സിറ്റുവേഷൻസാണ് നമുക്ക് തേർഡ് പാർട്ടി പ്രസൻസിൽ കാണാൻ സാധിക്കുന്നത്. എന്താണെങ്കിലും ആ ഒരു സിറ്റുവേഷൻസിനെ ബേസ് ചെയ്ത് നമുക്ക് പറയാൻ കഴിയുന്നത്, നിങ്ങളുടെ ബന്ധത്തിൽ വന്ന വിള്ളൽ തേർഡ് പാർട്ടിക്ക് ഒരു വളമായി, അതൊരു ഉപകാരമായി തീർന്നു എന്ന് തന്നെ പറയാൻ സാധിക്കും. അത് തേർഡ് സിറ്റുവേഷൻസ് ആയിക്കോട്ടെ, മറ്റു ബന്ധങ്ങളായിക്കോട്ടെ, എന്ത് കാര്യമായിക്കോട്ടെ, നിങ്ങളുടെ ബന്ധത്തിൽ വന്ന വിശ്വാസക്കേട്, വിള്ളൽ, വീഴ്ച, നോ കോണ്ടാക്റ്റ് എനർജി, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നിങ്ങളുടെ റിലേഷനെ ബേസ് ചെയ്ത് സംഭവിച്ചപ്പോൾ തന്നെയാണ് ഇവിടെ തേർഡ് പാർട്ടിക്ക് അവിടെ അതൊരു പോസിറ്റീവായ സിറ്റുവേഷൻസും തേർഡ് പാർട്ടി എനർജിയിലേക്ക് നിങ്ങളുടെ പേഴ്സൺ ന്യൂ ബിഗിനിങ് നടത്തിയത്. കാരണം തേർഡ് പാർട്ടി എനർജി നിങ്ങളോടൊപ്പം ഉള്ളപ്പോൾ പോലും നിങ്ങളുടെ വ്യക്തി തേർഡ് പാർട്ടി ആ ഒരു സാഹചര്യത്തിലേക്ക് ഒരു പ്രാധാന്യം കൊടുത്തിരുന്നില്ല. കാരണം അവിടെ ഒരു പോസിറ്റീവ് മാത്രമല്ല, നെഗറ്റീവ് പ്രസൻസും ഉണ്ട് എന്ന് നിങ്ങളുടെ വ്യക്തിക്ക് അറിയാമായിരുന്നു. പക്ഷേ നിങ്ങളുടെ ബന്ധത്തിൽ വന്ന വിള്ളൽ, വീഴ്ച തേർഡ് പാർട്ടിക്ക് വലിയൊരു ഉപകാരമായി തീർന്നു. അവിടെ ഒരു ഗുഡ് ന്യൂസ് എനർജിയിലേക്കും ന്യൂ ബിഗിനിങ്ങിലേക്കും പുതിയ പല പ്രോജക്റ്റ്, പുതിയ പല കോൺട്രാക്റ്റ് എനർജിയിലേക്കും ബന്ധങ്ങളാണെങ്കിലും സിറ്റുവേഷൻസ് ആണെങ്കിലും മാറി എന്നുള്ളതാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഏസ് ഓഫ് കപ്സിൻ്റെ എനർജിയാണ്, അൺകണ്ടീഷണൽ ആകുന്ന ഒരു എനർജിയാണ്, ആത്മവിശ്വാസമാണ്, പൂർണ്ണതയാണ് തേർഡ് പാർട്ടി എനർജിയിൽ കാണാൻ സാധിക്കുന്നത്. ആക്ഷൻ എന്ന് പറഞ്ഞാൽ വളരെ ക്ലാരിറ്റിയോട് കൂടി നിങ്ങളോടുണ്ടായ ആ ഒരു അകൽച്ചയുടെ എത്ര മടങ്ങ് ശക്തിയാണോ തേർഡ് പാർട്ടിയിലേക്ക് ഇവർ നൽകിയതെന്ന് പറയാൻ സാധിക്കാത്ത വിധം അത്രത്തോളം പൂർണ്ണതയിലേക്കാണ് തേർഡ് പാർട്ടി സിറ്റുവേഷൻസിനെ കണക്റ്റ് ചെയ്തെടുത്തത്. തേർഡ് പാർട്ടിക്ക് ഈ ഒരു പേഴ്സൺ സർവ്വ രീതിയിലും സമർപ്പണം എനർജിയിലേക്ക് കണക്റ്റ് ചെയ്യപ്പെട്ടു എന്ന് തന്നെയാണ് കാണുന്നത്. തീർച്ചയായിട്ടും ഒരു അൺകണ്ടീഷണൽ എനർജിയായിരുന്നു. അവിടെ വേറെ ഒരു അതിർവരമ്പുകളോ തടസ്സങ്ങളോ കുറവുകളോ ഒന്നുമില്ലാത്ത വിധം പൂർണ്ണതയിലേക്ക് തേർഡ് പാർട്ടി സിറ്റുവേഷൻസിനെ കണക്റ്റ് ചെയ്തു. തേർഡ് പാർട്ടി സിറ്റുവേഷൻസിന് വാല്യൂ കൽപ്പിക്കപ്പെട്ടു, റെസ്പെക്റ്റ് കൽപ്പിക്കപ്പെട്ടു. കൂടാതെ തന്നെ വളരെയധികം ഒരു എന്താ പറയുക, ഒരു പോസിറ്റിവിറ്റിയിലേക്കാണ് ആ ഒരു സിറ്റുവേഷൻസ്, അതായത് മതി മറന്നുപോയി എന്ന് തന്നെ നമുക്ക് പറയാൻ സാധിക്കും. അതായത് അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ചില കാര്യങ്ങൾ വരെ തേർഡ് പാർട്ടി പ്രസൻസിൽ സംഭവിച്ചു എന്ന് തന്നെ നമുക്ക് കാണാൻ സാധിക്കും കേട്ടോ. എന്താണെങ്കിലും തേർഡ് പാർട്ടി പ്രസൻസ് അവസാനിക്കുമോ എന്നൊരു ചോദ്യത്തിന് നമുക്ക് ഫസ്റ്റ് തന്നെ ഒരു എനർജി ഉണ്ടായിരുന്നു. ടു ഫേസ് എനർജിയാണ്, രണ്ട് സിറ്റുവേഷൻസുകളെ മിക്സ് ചെയ്ത് നിൽക്കുന്നതാണ് തേർഡ് പാർട്ടി സിറ്റുവേഷൻസ്. ഒരു ദിശയിൽ നിന്ന് നോക്കിയാൽ നല്ലതാണെങ്കിൽ മറ്റൊരു സാഹചര്യത്തിലൂടെ നോക്കുമ്പോൾ തേർഡ് പാർട്ടി സിറ്റുവേഷൻസ് വളരെയധികം ബുദ്ധിമുട്ട് നിറഞ്ഞതായിരുന്നു. പക്ഷേ നിങ്ങളുടെ വീഴ്ചയാണ് തേർഡ് പാർട്ടിക്ക് പ്രാധാന്യം കൽപ്പിക്കപ്പെട്ടത്, ഉപകാരമായി തീർന്നതെന്ന് പറയാൻ സാധിച്ചത് കേട്ടോ. എന്താണെങ്കിലും ഒരു ചലഞ്ചിങ് എനർജി അവിടെ ഇപ്പം സംഭവിച്ചിട്ടുണ്ട്. തേർഡ് പാർട്ടിയുമായിട്ടുള്ളൊരു എനർജിയിൽ ഒരു പക്ഷേ ഒരു ഫൈറ്റിംഗ് നടക്കുന്നുണ്ടാവാം. അതല്ലെങ്കിൽ അവർക്ക് തമ്മിൽ എന്തോ ഒരു മത്സര ബുദ്ധിയോട് കൂടിയുള്ള ചില സാഹചര്യങ്ങൾ ക്രിയേറ്റ് ചെയ്യപ്പെടുന്നുണ്ട്. ചെറിയ രീതിയിലൊക്കെ നോക്കിയ ഒരു ഓൺ ആൻഡ് ഓഫ് സിറ്റുവേഷൻ ക്രിയേറ്റ് ചെയ്യപ്പെടുന്നുണ്ട്. ബ്ലോക്ക് ചെയ്യുന്നുണ്ട്, ബ്ലോക്ക് മാറ്റുന്നുണ്ട്, ബ്ലോക്ക് ചെയ്യുന്നുണ്ട്. ആ ഒരു എനർജിയിലൂടെ കണക്റ്റ് ചെയ്ത് പോകുന്ന സിറ്റുവേഷൻസും നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. എന്താണെങ്കിലും തേർഡ് പാർട്ടിയുമായിട്ടുള്ള ഈ ഒരു ബന്ധം മുന്നോട്ടേക്ക് പോകുമോ എന്നുള്ളത് ഡിഫിക്കൽറ്റി തന്നെയാണ്. കാരണം ആ ഒരു പേഴ്സണ് ബെർഡൻ എനർജി ഫീൽ ചെയ്യുന്നുണ്ട് തേർഡ് പാർട്ടിയിൽ. അതായത് എക്സ്ട്രാ റെസ്പോൺസിബിലിറ്റി പോലെയാണ്, ഒരു ചുമക്കാൻ വയ്യാത്ത കുറേ ഭാരങ്ങൾ, കുറേ തെറ്റാകുന്ന ചില ചോദ്യം ചെയ്യലുകൾ, ഓവർ കൺട്രോളിങ്, അതുപോലെ തന്നെ നിങ്ങളുടെ പേഴ്സണ് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിയാൻ പറ്റാത്ത വിധമുള്ള ഒരവസ്ഥയിലാക്കി നിർത്തിയിരിക്കുകയാണ് തേർഡ് പാർട്ടി സിറ്റുവേഷൻസ്. ശ്വാസം മുട്ടിക്കുന്ന ഒരവസ്ഥയാണ് നിങ്ങളുടെ വ്യക്തി അനുഭവിക്കുന്നത്. കാരണം നിങ്ങളുടെ സിറ്റുവേഷൻസിനെ നിങ്ങളെ ചൊല്ലി, അല്ലെങ്കിൽ നിങ്ങളെക്കുറിച്ച് അവർക്ക് അറിയില്ലെങ്കിൽ മറ്റെന്തോ ഒരു സാഹചര്യമുണ്ട് എന്നൊരു തെറ്റിദ്ധാരണയെ ചൊല്ലി വളരെയധികം ശക്തമാകുന്ന കോൺഫ്ലിക്റ്റ് തേർഡ് പാർട്ടിക്കിടയിൽ സംഭവിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. നിങ്ങളുടെ വ്യക്തിയെ അവർ പറയുന്ന ഒരു എനർജി എന്ന് പറയുന്നത് രണ്ട് സിറ്റുവേഷൻസിൽ കാലുവെച്ച് നിൽക്കുകയാണ്, രണ്ട് സാഹചര്യത്തിൽ ഫോക്കസ്ഡ് ആണ് എന്നൊക്കെ ഉള്ള ചില ആ ഒരു നെഗറ്റീവ് എനർജിയുടെ പ്രസൻസ് തേർഡ് പാർട്ടിയിൽ നിന്ന്, അല്ലെങ്കിൽ നെഗറ്റീവ് ആകുന്ന കമ്മ്യൂണിക്കേഷൻ
തേർഡ് പാർട്ടിയിൽ നിന്ന് നിങ്ങളുടെ വ്യക്തി നേരിടേണ്ടി വരുന്നുണ്ട്. തീർച്ചയായിട്ടും നിങ്ങളുടെ വ്യക്തിയെ സംബന്ധിച്ച് നോക്കുമ്പോഴും രണ്ട് സിറ്റുവേഷൻസും കണക്റ്റഡ് ആണ്. ഒന്നിനെ പൂർണ്ണമായിട്ടും സ്വീകരിക്കപ്പെടുകയും ഒന്നിനെ കയ്യിൽ ചേർത്ത് പിടിക്കാൻ, അതായത് ഹോൾഡ് ചെയ്യാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്ന സിറ്റുവേഷൻസ് ആണ്. മറ്റാരൊക്കെയോ നിങ്ങളുടെ വ്യക്തിയെ വാച്ചിങ് ചെയ്യുന്നുണ്ട്, തേർഡ് പാർട്ടിക്ക് ഇൻഫർമേഷൻ കൊടുക്കുന്നുണ്ട്. ഒരു പക്ഷേ നിങ്ങളുടെ വ്യക്തിയുമായിട്ട് കണക്റ്റ് ചെയ്ത് നിൽക്കുന്ന ചില വ്യക്തിബന്ധങ്ങളാവാം. തേർഡ് പാർട്ടിയുമായിട്ടും കമ്മ്യൂണിക്കേഷൻ ഉണ്ട്. അതായത് നിങ്ങളുടെ വ്യക്തിയിൽ നിന്നും പല കാര്യങ്ങളും, പല ഇൻഫർമേഷൻസും അറിഞ്ഞ് തേർഡ് പാർട്ടിയിലേക്ക് എത്തിച്ചു കൊടുക്കുകയും അത് തേർഡ് പാർട്ടി സിറ്റുവേഷൻസിൽ കോൺഫ്ലിക്റ്റുകൾക്ക് കാരണമാകുകയും ചെയ്യുന്ന സിറ്റുവേഷൻസ് കാണുന്നുണ്ട്. തേർഡ് പാർട്ടി എനർജിയിലേക്ക് നോക്കുമ്പം തേർഡ് സിറ്റുവേഷൻസ് എന്താണെങ്കിലും നിങ്ങളുടെ വ്യക്തിയെ സംബന്ധിച്ച് ഒരു ബന്ധന അവസ്ഥയാണ്, കൺട്രോളിങ് എനർജിയിലാണ് നിൽക്കുന്നത്. തേർഡ് സിറ്റുവേഷൻസിൻ്റെ ഒരു ഫെമിനിയൻ എനർജിയുടെ പ്രസൻസ് ഉണ്ട്. ഈ ഒരു വ്യക്തിയെ ഇങ്ങനെ ഫോക്കസ് ചെയ്തുകൊണ്ടിരിക്കുന്ന, അല്ലെങ്കിൽ ഈ ഒരു വ്യക്തിയെ ഫുൾ സമയം വാച്ചിങ് ചെയ്ത് ഈ ഒരു നിങ്ങളുടെ വ്യക്തിക്ക് യാതൊരു രീതിയിലും ഒരു ഫ്രീഡം ഇല്ലാത്ത അവസ്ഥയാക്കി കളയുന്ന ഒരു സിറ്റുവേഷൻസ്, അവരുടെ കരിയർ എനർജിയിലാണെങ്കിലും അവരുടെ ഒരു പബ്ലിക് ആകുന്ന സിറ്റുവേഷൻസിലാണെങ്കിലും അവർക്കൊരു സമാധാനപരമല്ലാത്തൊരു അന്തരീക്ഷം ക്രിയേറ്റ് ചെയ്യേണ്ടി വരുന്ന സിറ്റുവേഷൻസ്. എപ്പോഴും ഒരു തേർഡ് പാർട്ടിയുടെ ആ ഒരു നെഗറ്റിവിറ്റി, തേർഡ് പാർട്ടിയുടെ ആ ഒരു കൺട്രോളിങ് അവരെ മറ്റു സിറ്റുവേഷൻസ്, മറ്റു സാഹചര്യങ്ങളിലേക്ക് അവർക്ക് ഒരു ഫ്രീഡത്തോടു കൂടി പോകാനോ മറ്റു കാര്യങ്ങളിൽ ഫ്രീഡത്തോടു കൂടി കണക്റ്റ് ചെയ്യാനോ ഒന്നും പറ്റാത്തൊരു സിറ്റുവേഷൻ ഉണ്ടാകുന്നതായിട്ട് കാണുന്നുണ്ട്. ഒരു ചെറിയൊരു ബ്ലാക്ക് മാജിക് എനർജിയുടെ പ്രസൻസ് തേർഡ് പാർട്ടിയുടെ കയ്യിലുണ്ട് എന്ന് തന്നെയാണ് കാണാൻ സാധിക്കുന്ന, ചെറിയ രീതിയിലൊക്കെ. അതൊരു പക്ഷേ ഒരു പ്രാർത്ഥന കൊണ്ടാവാം, മാനിഫെസ്റ്റേഷൻ ചെയ്യുന്നത് കൊണ്ടാവാം, അതല്ലെങ്കിൽ ഓവറായിട്ടുള്ള അവരുടെ ആ ഒരു മൈൻഡ് കണക്റ്റ് ചെയ്യുന്നത് കൊണ്ടുമാവാം. നമ്മൾ വളരെ ശക്തമായിട്ടൊരു വ്യക്തിയെ നമ്മുടെ മനസ്സുകൊണ്ടൊന്ന് വശീകരിക്കുക എന്നുള്ളൊരു സിറ്റുവേഷൻ ക്രിയേറ്റ് ചെയ്താലും അവിടെ വേറെ ഒരു ക്രിയകളും ചെയ്യേണ്ട, അതും ഒരു വലിയൊരു പവർഫുള്ളാകുന്ന ഒരു എനർജി തന്നെയാണ്. അത് നെഗറ്റീവായിട്ടാണേലും പോസിറ്റീവായിട്ടാണേലും സംഭവിക്കപ്പെടും. ഇവിടെ ടോക്സിക് ഫീലിങ്സ് ആണ് തേർഡ് പാർട്ടിക്ക്. തേർഡ് പാർട്ടിയുമായിട്ടുള്ള ബന്ധത്തിൽ നിങ്ങളുടെ പേഴ്സൺ ഒരു ടോക്സിക് ഫീലിങ്സ് ആണ്. കാരണം അബദ്ധം പറ്റിയോ അല്ലെങ്കിൽ ഈ ഒരു സിറ്റുവേഷൻസിൽ നിന്നും പുറത്ത് കടക്കുക ഡിഫിക്കൽറ്റി ആണോ എന്നുള്ള ഒരു തോട്ട്സ് വളരെ ശക്തമായിട്ട് ഉണ്ടാകുന്നുണ്ട്. എന്താണെങ്കിലും ഒരു മെൻ്റൽ ക്ലാരിറ്റി വേണം, വളരെ ശക്തമാകുന്ന ഒരു മെൻ്റൽ ക്ലാരിറ്റി എനർജി തേർഡ് പാർട്ടിക്ക് കൊടുക്കേണ്ടി വരുന്ന സിറ്റുവേഷൻസ് ആണ് നിങ്ങളുടെ വ്യക്തിയെ സംബന്ധിച്ച് കാണുന്നത്. ചിലരുടെ പാർട്ട്ണർഷിപ്പ് തന്നെയാണ് കേട്ടോ, ഫാമിലി എനർജിയുടെ പ്രസൻസ് ആണ് കാണുന്നത്. അവിടെ വളരെയധികം സ്ട്രോങ് ആയിട്ട് വിശ്വസ്തയോടുകൂടി നിൽക്കേണ്ടി വരുന്നുണ്ട്. ഇമോഷണൽ ബാലൻസ്, ഇമോഷണലി കുറച്ച് മെച്യൂരിറ്റിയോട് കൂടി കാര്യങ്ങളെ കണക്റ്റ് ചെയ്യേണ്ടി വരുന്നുണ്ട്. ഫാമിലി എനർജിയെ കണക്റ്റ് ചെയ്ത് നിൽക്കുന്ന തേർഡ് പാർട്ടി പ്രസൻസ്. ഫാമിലി എങ്ങനെയാണ് തേർഡ് പാർട്ടി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എക്സ്ട്രാ മാരിറ്റൽ അഫെയറിനൊക്കെ ഫാമിലി എന്ന് പറയുന്നത് തേർഡ് പാർട്ടി ആയിരിക്കും കേട്ടോ. മറ്റൊരു സിറ്റുവേഷൻ, സെക്കൻഡ് ചാൻസ് ആണ് എപ്പോഴും തേർഡ് പാർട്ടി എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾ ആരാണോ റീഡിങ്സ് കാണുന്നത് അവരുടെ ബന്ധത്തെ ബേസ് ചെയ്ത് വരുന്നതെല്ലാം നിങ്ങൾക്ക് തേർഡ് സിറ്റുവേഷൻസ് ആയിരിക്കും. നമ്മൾ അതുകൊണ്ടാണ് അതിന് തേർഡ് സിറ്റുവേഷൻസ് എന്ന് പറയുന്നത് കേട്ടോ. അതുപോലെ തന്നെ പേജ് ഓഫ് പെന്റിക്കിൾസിൻ്റെ എനർജിയാണ്. ഒരുപാട് ആലോചിക്കേണ്ടി വരുന്ന ഒരു സിറ്റുവേഷൻസ് ആണ് കാണുന്നത്. അവർ ഒരുപാട് ചിന്തിക്കുന്നുണ്ട്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ ബന്ധത്തിൽ ചിലപ്പോൾ ഒരു മതപരമാകുന്ന ഒരു പ്രോബ്ലംസോ അതല്ലെങ്കിൽ മറ്റ് രീതിയിലുള്ള ലീഗൽപരമാകുന്ന പ്രശ്നങ്ങളോ കണക്റ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ടാവാം പാസ്റ്റിൽ. അതല്ല എങ്കിൽ, അതായത് ചിലരെ സംബന്ധിച്ച് ചിലപ്പോൾ ഒരു ഡിവോഴ്സ് എനർജിയിലേക്കൊക്കെ, ഫാമിലി എനർജി ആണെങ്കിൽ ഡിവോഴ്സ് എനർജിയിലേക്കൊക്കെ പോകാൻ സാധ്യത ഉണ്ടായിട്ടുള്ള എനർജി കൂടി നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. അതുകൂടാതെ തന്നെ ചില എനർജികളിലേക്ക് നോക്കുമ്പോൾ ലീഗലി മറ്റാരുടെയൊക്കെയോ പ്രസൻസ് അല്ലെങ്കിൽ മറ്റാരൊക്കെയോ വിളിച്ച് നിങ്ങളെ ചോദ്യം ചെയ്യേണ്ടി വരുന്ന ഒരു സിറ്റുവേഷൻസ് ഒക്കെ നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. അതിനപ്പുറത്തേക്ക് നോക്കുമ്പോൾ നിങ്ങൾക്കിടയിൽ ഡിഫറൻസ് ഉണ്ട്. അതായത് പോസിറ്റീവായിട്ട് നിന്ന ഒരു ബന്ധമാണെങ്കിൽ പോലും നിങ്ങൾക്കിടയിൽ കണക്റ്റഡ് ആവാനുള്ള ചില ഡിഫറൻസ് എനർജി കാണിക്കുന്നുണ്ട്. കൂടാതെ തന്നെ അതുകൊണ്ട് അവരെ സംബന്ധിച്ച് അവർക്ക് ഒരു രീതിയിലും ആക്ഷൻ എടുക്കാൻ പറ്റുന്നില്ല. അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും ചെയ്യാൻ പറ്റാത്ത വിധം നിങ്ങളുടെ വ്യക്തി ഒരു സ്റ്റക്ക് എനർജിയിലാണ് നിൽക്കുന്നത്. ഒരു പക്ഷേ നോക്കിക്കഴിഞ്ഞാൽ അവരോട് തന്നെ ചേർന്ന് നിൽക്കാൻ, അവരിൽ തന്നെ
കണക്റ്റ് ചെയ്ത് നിൽക്കാൻ ആഗ്രഹിക്കുന്ന ഒരു സിറ്റുവേഷൻസ് കൂടി നമുക്ക് നിങ്ങളുടെ വ്യക്തിയിൽ കാണുന്നുണ്ട്. 7 ഓഫ് സോഴ്സിൻ്റെ എനർജിയാണ് വരുന്നത്. തേർഡ് പാർട്ടിയിൽ നിന്നും അവർക്ക് ശക്തമാകുന്ന ഒരു ചീറ്റിംഗ് ഉടനെ സംഭവിച്ചിട്ടുണ്ടാവാം, അല്ലെങ്കിൽ സംഭവിക്കുന്ന ഒരു എനർജി കൂടി കാണുന്നുണ്ട് കേട്ടോ. തേർഡ് പാർട്ടി എന്ന് പറയുന്നത് ഒരു മെറ്റീരിയലിസ്റ്റിക് ആകുന്ന ചില കാര്യങ്ങളെ മാത്രമാണ് ഫോക്കസ് ചെയ്യുന്നത്. ഇമോഷണലി ഇതിനകത്ത് യാതൊരുവിധ ബന്ധവും തേർഡ് പാർട്ടിയെ ബേസ് ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നില്ല. സാമ്പത്തികപരമാകുന്ന ചില കാര്യങ്ങളെയോ മറ്റു ചില നേട്ടങ്ങളെയോ മാത്രമാണ് തേർഡ് പാർട്ടി കണക്റ്റ് ചെയ്യുന്നതായിട്ട് കാണാൻ സാധിക്കുന്നുള്ളൂ. കോൺഫ്ലിക്റ്റ് ഉണ്ടാവുന്നുണ്ട് കേട്ടോ. അതായത് തേർഡ് പാർട്ടിയും മറ്റാരൊക്കെയോ ചേർന്ന് നിങ്ങളുടെ വ്യക്തിയുമായിട്ട് ശക്തമാകുന്ന ഫൈറ്റിംഗ് നടത്തുന്നുണ്ട്. വാദപ്രതിവാദങ്ങൾ ശക്തമായിട്ട് നടക്കുന്ന ഒരു സിറ്റുവേഷൻസ് കാണുന്നുണ്ട്. ശരിക്കും ഒരു മാനസിക പൊരുത്തമൊന്നും തേർഡ് പാർട്ടി എനർജിയിൽ നമുക്ക് കറൻറ്റ്ലി കാണാൻ സാധിക്കുന്നില്ല. ആ ഒരു ഫസ്റ്റ് ടൈമിൽ ഉണ്ടായിരുന്ന ആ ഒരു ഇമോഷൻസിന് അപ്പുറത്തേക്ക് ഇങ്ങ് പോന്നു കഴിഞ്ഞാൽ ഒന്നും തന്നെ ഇല്ലാത്തൊരു ശൂന്യത, ഒരു ഭാരം മാത്രമാണ് നിങ്ങളുടെ വ്യക്തിയെ സംബന്ധിച്ച് തേർഡ് സിറ്റുവേഷൻസിൽ നിന്നും നേരിടേണ്ടി വരുന്നത്. അവരെ തന്നെ സ്വയം ശപിക്കുന്ന ഒരു സിറ്റുവേഷൻസ് ആണ്. ഒരുപാട് രീതിയിൽ നിങ്ങളുടെ വ്യക്തി ചീറ്റിംഗ് എനർജി നേരിട്ടുകൊണ്ടിരിക്കുന്നതായിട്ടാണ് കാണുന്നത്. പക്ഷേ അപ്പോഴും അവരവിടെ വിശ്വസ്തതയും ഇമോഷണൽ ബാലൻസും കണക്റ്റ് ചെയ്യാൻ, അതായത് ആ ഒരു തേർഡ് പാർട്ടിയുമായിട്ട് കണക്റ്റ് ചെയ്ത് പോകാൻ ശ്രമിക്കുന്നുണ്ട്. ഫാമിലി എനർജി പ്രസൻസിൽ അവർ ആ ഒരു ബന്ധത്തെ മറ്റെല്ലാവർക്കും കൂടി വേണ്ടിയിട്ട് കണക്റ്റ് ചെയ്ത് കൊണ്ടുപോകാമെന്ന് തീരുമാനിക്കുന്ന ഒരു സിറ്റുവേഷൻസ് കാണുന്നുണ്ട്. ഒരു പക്ഷേ നിയമപരമായിട്ട് എന്തെങ്കിലും ഒരു പ്രോബ്ലംസിലൂടെ മറ്റാരുടെയെങ്കിലും ഒരു മധ്യസ്ഥതയിലൂടെ ആയിരിക്കാം നിങ്ങളുടെ വ്യക്തി തേർഡ് പാർട്ടിയിലേക്ക് കണക്റ്റ് ചെയ്തിരിക്കുന്നതായിട്ടും നമുക്ക് പറയാൻ സാധിക്കുന്നത് കേട്ടോ. അവർക്കിടയിൽ ആരുടെയൊക്കെയോ ചോദ്യം ചെയ്തലും മധ്യസ്ഥതയും എല്ലാം കണക്റ്റ് ചെയ്യപ്പെടുന്നുണ്ട്. ചോദ്യം ചെയ്യപ്പെടുന്ന അല്ലെങ്കിൽ ഒരു അഡ്വൈസ് തേടുന്ന സിറ്റുവേഷൻസ് ഒക്കെ തേർഡ് പാർട്ടീനെ നിങ്ങളുടെ വ്യക്തിയും വെച്ച് നോക്കുമ്പം നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ശരിക്കും നിരാശയാണ് കേട്ടോ. പോസിറ്റീവാണ് എന്ന് ചിന്തിച്ച് വളരെ പ്രഷ്യസ് ആയിട്ട് കണ്ട ആ ഒരു ഭാഗത്ത് നിന്നും വളരെ ശക്തമാകുന്ന തിരിച്ചടികളാണ്, നെഗറ്റീവാകുന്ന തിരിച്ചടികളാണ് നിങ്ങളുടെ പേഴ്സൺ മേടിച്ച് കൂട്ടിക്കൊണ്ടിരിക്കുന്നത്. എന്താണെങ്കിലും ആരോടും ഒന്നും പറയാതെ സൈലൻ്റ് ആയിട്ട് ആ ഒരു പെയിൻ എനർജിയിലൂടെ കടന്നു പോകുന്നു, നിരാശപ്പെടുന്നു. ലോസാണ്, മുമ്പിൽ ഒരുപാട് കാര്യങ്ങളുണ്ടെങ്കിലും ലോസ് എനർജിയിലാണ് ഈ ഒരു വ്യക്തി നിൽക്കുന്നത്. മാത്രവുമല്ല ഒരു കോൺഫിഡൻസ് ഒക്കെ നഷ്ടപ്പെട്ട് ഇരയാക്കപ്പെട്ട പോലെ, അതായത് വിധി പോലും ചതിച്ചു, അതായത് കാലം പോലും അനുകൂലമല്ല എന്നുള്ള ആ ഒരു ചിന്തയിൽ സ്വയം വരിഞ്ഞു മുറുക്കി നിൽക്കുന്ന സിറ്റുവേഷൻസിനെ ആണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. എന്താണെങ്കിലും നിങ്ങളുടെ ബന്ധത്തിൽ ആ ഒരു വ്യക്തിയെ സംബന്ധിച്ച് നോക്കുമ്പം നിങ്ങളുടെ ബന്ധത്തിൽ വന്ന വീഴ്ച, നിങ്ങൾക്കിടയിൽ വരുത്തിയ ചില പ്രോബ്ലംസുകളെക്കുറിച്ച് ശരിക്കും പശ്ചാത്തപിക്കപ്പെടുന്നുണ്ട് കേട്ടോ. അതായത് കർമ്മ എനർജി എന്നുള്ള ആ ഒരു ഫീലിങ്സ്, അതായത് ഞാനിത് അനുഭവിക്കേണ്ടതാണ്, ഈ ഒരു ട്രാപ്പ്ഡ് എനർജി അത് എനിക്ക് വിധിച്ചത്, ഞാനായിട്ട് വരുത്തി വെച്ചതാണ് എന്നുള്ള ഒരു തോട്ട്സ് അവരിൽ കണക്റ്റഡ് ആകുന്നുണ്ട്. വലിയ ശക്തമാകുന്ന പോസിറ്റിവിറ്റിയോട് കൂടിയ ഒരു പുതിയ തുടക്കമാണ് അവർ ഈ നടത്തിയിരുന്നത്. ഈ ഒരു ബന്ധത്തിൽ അവർ അത്രത്തോളം തേർഡ് പാർട്ടിയിൽ വിശ്വസിച്ച് തേർഡ് പാർട്ടിയിലേക്ക് കണക്റ്റഡ് ആയതാണ്. വളരെയധികം ഒരു ഇൻസ്പിറേഷൻ ആയിരുന്നു. അവർ ചിന്തിച്ചത് അവർ വലിയ ഒരു മാറ്റം, അവരുടെ ജീവിതം തന്നെ മാറി മറിയും തേർഡ് പാർട്ടി എനർജിയിൽ നിന്നുമാണ്. അതായത് അമിതമാകുന്ന സ്വപ്നം കണ്ടു, അമിതമാകുന്ന പ്രതീക്ഷയായിരുന്നു തേർഡ് പാർട്ടിയുമായിട്ടുള്ള ബന്ധത്തിൽ നിങ്ങളുടെ വ്യക്തിക്ക് ഉണ്ടായിരുന്നത്. ഏറ്റവും നല്ലൊരു ഓപ്പർച്യൂണിറ്റീസാണ്, ഒരു ഗ്രോത്താണ് ഇനി മുന്നോട്ടേക്കെന്നും ആ ഒരു വ്യക്തിയുടെ പേഴ്സണാലിറ്റിയിൽ പോലും വലിയൊരു സക്സസ് വരാൻ പോകുന്നു. ഇങ്ങനെയെല്ലാം സ്വയം ചിന്തിച്ച് ഇരുന്ന ഒരു സിറ്റുവേഷൻസിലാണ് ഈ ഒരു തേർഡ് പാർട്ടിയിൽ നിന്നും ഈ ഒരു വീഴ്ച വ്യക്തിക്ക് നേരിടേണ്ടി വന്നത്. അതുപോലെ തന്നെ നമുക്കിതിനകത്തൊരു ഡബിൾ എനർജിയുടെ പ്രസൻസ് വന്നിട്ടുണ്ട് കേട്ടോ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ തേർഡ് പാർട്ടിയിൽ നിന്നും ഒരു ഡബിൾ എനർജി പ്രസൻസ് നിങ്ങളുടെ വ്യക്തിയിൽ കണക്റ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടായിരിക്കാം ആ ഒരു വ്യക്തി ആ ഒരു സിറ്റുവേഷൻസിലേക്ക് പെട്ടെന്ന് സഡൻ ആക്ഷൻ എടുത്തതായിട്ട് കാണാൻ സാധിക്കുന്നത്. ശരിക്കും ഒരു ബന്ധനം നടന്നിട്ടുണ്ട് കേട്ടോ. ഒരു ബന്ധന അവസ്ഥയുണ്ട്, ഡബിൾ എനർജി പ്രസൻസ് ഉണ്ട്.
പക്ഷെ നമുക്ക് ഡബിൾ എനർജിയുടെ പ്രസൻസിൽ നിന്നും ഇവരെ പുറത്ത് കൊണ്ടുവരിക എന്നത് ഒരു ടൈം പീരീഡ് കഴിയേണ്ടി വരും. എന്താണെങ്കിലും നെഗറ്റീവ് എനർജി എന്ന് പറയുന്നത് അത് നമ്മളെയോ നമ്മളുടെ ഒരു വ്യക്തിയെയോ കണക്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ശരിക്കും മെഡിറ്റേഷൻസും പ്രാർത്ഥനയും നമ്മുടെ പോസിറ്റീവ് ആകുന്ന തോട്ട്സുകളും നമ്മുടെ മനസ്സിൻ്റെ ഒരു സ്ട്രെങ്ത് വിശ്വാസമൊക്കെ തന്നെയാണ് അതിൽ നിന്ന് നമുക്ക് പുറത്ത് കടക്കാനുള്ളൊരു മാർഗമെന്ന് പറയുന്നത്. അപ്പോൾ ഇപ്പോൾ ഡബിൾ എനർജി പ്രസൻസ് ഇവിടെ ഉണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും മാനസികപരമായിട്ട് ശരിക്കും ചിന്തിക്കുക, ആ ഒരു വ്യക്തി പുറത്തു വരും, ആ ഒരു സാഹചര്യത്തിൽ നിന്നും അവർക്ക് പുറത്ത് കടക്കാൻ പറ്റുമെന്നുള്ള ഒരു സ്ട്രോങ് മൈൻഡ് സെറ്റിലേക്ക് തന്നെ വരിക, വിശ്വാസത്തിലേക്ക് കണക്റ്റ് ചെയ്യുക. അതല്ലാതെ നമുക്ക് വെയിറ്റിംഗ് ചെയ്യേണ്ടി വരും. ആ ഒരു എനർജിയുടെ ഒരു ഇത് കഴിയുന്നത് വരെ, ഒരു പവർ ലോസ് ആവുന്നത് വരെ നമ്മൾ വെയിറ്റ് ചെയ്യേണ്ടി വരും കേട്ടോ. അവർക്ക് ശരിക്കും ഒരു പവർ ലോസിങ് സംഭവിച്ചിട്ടുണ്ട്. അവർക്ക് ശരിക്കും ഒന്നും മനസ്സിലാവുന്നില്ല, കണ്ണ് കിട്ടിയ ഒരവസ്ഥയിലാണ് നിൽക്കുന്നത്. എയ്റ്റ് ഓഫ് സോഴ്സിൻ്റെ എനർജിയാണ് വന്നിരിക്കുന്നത്. പൂർണ്ണമായിട്ടും ഇമോഷണലി ആണെങ്കിലും ഇൻ്റലക്ച്വലി ആണെങ്കിലും ഫിസിക്കലി ആണെങ്കിലും ഒക്കെ അവർ പൂർണ്ണമായിട്ടും സ്റ്റക്കാണ്. മറ്റാരെയൊക്കെയോ കേൾക്കുന്നു, മറ്റാരെയൊക്കെയോ പറയുന്നത് അനുസരിക്കുന്ന ഒരവസ്ഥയിലാണ് തേർഡ് പാർട്ടി പ്രസൻസിൽ നിങ്ങളുടെ വ്യക്തി കണക്റ്റ് ചെയ്ത് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അവരല്ല അവരെ മുന്നോട്ടേക്ക് കൊണ്ടുപോകുന്നത്, മറ്റൊരു നെഗറ്റീവ് ശക്തിയായിട്ടാണ് കാണുന്നത്. തീർച്ചയായിട്ടും ആ ഒരു നെഗറ്റീവ് എനർജിയിൽ നിന്നും ആ ഒരു തിരിച്ചറിവിലേക്ക് ഇവർ വരുമ്പം, ആ ഒരു നെഗറ്റീവ് ഊർജ്ജത്തിൻ്റെ പ്രസൻസ് നിങ്ങളുടെ വ്യക്തിയിൽ കുറയുമ്പം ഉറപ്പായിട്ടും ആ ഒരു പേഴ്സൺ തേർഡ് പാർട്ടിയിൽ നിന്ന് പുറത്തു വരും. അവർ ആക്ഷൻ എടുക്കാൻ ആഗ്രഹിക്കുന്നത്, അവർക്ക് വേണ്ടത് ഒരു മെൻ്റൽ സപ്പോർട്ടിംഗ് ആണ്, ഒരു പാർട്ട്ണർ എനർജിയുടെ പ്രസൻസിനെയാണ് അവർ ആഗ്രഹിക്കുന്നത്. തേർഡ് പാർട്ടിയിൽ നിന്നോ മറ്റു വ്യക്തി ബന്ധങ്ങളിൽ നിന്നോ എന്നും അവർക്കൊരു ഇമോഷണൽ സപ്പോർട്ട് ലഭിക്കുന്നില്ല. അവർ ആക്ഷൻ എടുക്കാൻ ആഗ്രഹിക്കുന്നത് അവരൊരു റൊമാൻസ്, ഒരു ഇമോഷൻസിന് വേണ്ടിയിട്ട് അവർ കാത്തിരിക്കുകയാണ്. ആരിൽ നിന്നാണ് ഒരു ഇമോഷണൽ ബാലൻസ്, ഒരു സപ്പോർട്ട് ലഭിക്കുന്നത്? അവരെ എല്ലാ രീതിയിലും മനസ്സിലാക്കാനുള്ള ഒരു എനർജി പ്രസൻസ് എവിടെ നിന്ന് ലഭിക്കും, ആരിൽ നിന്ന് കിട്ടുമെന്നുള്ള ഒരു ഫീലിങ്സ് എനർജിയിലാണ് അവർ നിൽക്കുന്നത്. അവരെ സംബന്ധിച്ച് അവർക്കൊരു കർമ്മ എൻഡ് ആകും, ഇതെല്ലാം മാറും, ഒരു ബ്ലെസ്സിങ്സ് ഉണ്ടാകും, അല്ലെങ്കിൽ ഒരു സക്സസ് വേണം ജീവിതത്തിലെന്ന് അവർ ശരിക്കും ആഗ്രഹിക്കുന്നുണ്ട്. ഒരു സക്സസ്സിന് വേണ്ടിയിട്ട് അവർ ആക്ഷൻ എടുക്കാനാണ് ശ്രമിക്കുന്നതായിട്ട് കാണുന്നത്. അവരുടെ ഒരു പാഷനുണ്ട്, അവരുടെ ഒരു സ്വപ്നം, ആ ഒരു സ്വപ്നത്തിലേക്ക് അവർക്ക് കണക്റ്റ് ചെയ്ത് പോകണമെന്നുള്ള ആഗ്രഹം ഇപ്പോഴും ആ ഒരു ദ്വര അവരിൽ ഇങ്ങനെ കണക്റ്റ് ചെയ്ത് നിൽക്കുന്നതായിട്ടാണ് കാണുന്നത്. അവരെപ്പോഴും അവരോട് തന്നെ സംസാരിക്കുന്ന അവരുടെ പാഷൻ എനർജീനെയാണ്, അവരുടെ മനസ്സിലെ ചെറിയ കാലം മുതൽക്കുള്ളൊരു സ്വപ്നത്തെയാണ് അവർ ഫോക്കസ് ചെയ്യുന്നത്. അവർ ശക്തമായിട്ട് പ്രാർത്ഥിക്കുന്നതും അവരുടെ ഈ ഒരു ഡബിൾ എനർജിയിൽ നിന്നോ ഈ ഒരു ബന്ധനത്തിൽ നിന്നോ രക്ഷപ്പെടാനല്ല, അവരുടെ പാഷൻ, അവരുടെ ആഗ്രഹത്തിലേക്ക് അവർക്കൊന്ന് എത്തിച്ചേരണം, അതിനു വേണ്ടിയിട്ട് ആക്ഷൻ എടുക്കാനാണ് അവർ ആഗ്രഹിക്കുന്നത്. ഒരു പക്ഷേ അവർ പാസ്റ്റിലേക്ക് തിരിച്ചു പോരാൻ ആഗ്രഹിക്കുന്നതായിട്ടും നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. പക്ഷേ ഇംബാലൻസ് എനർജിയാണ്, ഒരു ബാലൻസ് ഇല്ല, അവർക്കൊരു ക്ലാരിറ്റി ഇല്ല. ഏതാണ് നല്ലത്, ഏതാണ് ചീത്ത, എവിടെ നിന്നാണ് ഞാൻ തുടങ്ങേണ്ടത് എന്നൊക്കെയുള്ളൊരു ക്ലാരിറ്റി കുറവ് അവർക്കുണ്ട്. ഇതിനകത്ത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമുക്ക് പറയാൻ പറ്റുന്നത് എല്ലാ രീതിയിലും കഴിവുകളുള്ള വ്യക്തിയാണ്, മൾട്ടിപ്പിൾ ടാലൻറ്റഡ് ആയൊരു പേഴ്സണാലിറ്റി ഉള്ള വ്യക്തിയാണ്, നല്ലൊരു മാനിഫെസ്റ്റേഷൻ, അതായത് ഒരു സ്പിരിച്വൽ എനർജിയൊക്കെ ഉള്ള വ്യക്തിയാണ്, ദൈവിക വിശ്വാസത്തിൽ നിറഞ്ഞു നിൽക്കുന്ന വ്യക്തിയാണ്. പക്ഷേ ഈ ഒരു പേഴ്സണെ സംബന്ധിച്ച് ആ ഒരു വ്യക്തിയുടെ ഇപ്പോഴത്തെ ഒരു സാഹചര്യവും സമയവുമാണ് ആ ഒരു വ്യക്തിനെ ഡൗൺ എനർജിയിൽ നിർത്തിയിരിക്കുന്നതായിട്ട് ആഗ്രഹിക്കുന്നത്. തീർച്ചയായിട്ടും അവരെന്തിനെയാണോ മനസ്സുകൊണ്ട് തിരിച്ചറിയുന്നത്, എന്ത് കാര്യത്തിന് വേണ്ടിയിട്ടാണോ അവർ ഏറ്റവും കൂടുതൽ ആഗ്രഹം ചെലുത്തുന്നത്, ആ ഒരു സിറ്റുവേഷൻ അവർ ആക്ഷൻ എടുക്കും. അവരെ സംബന്ധിച്ചൊരു ഹെൽത്ത് ആൻഡ് വെൽത്ത് എനർജിയും ഒരു റീയൂണിയൻ എനർജിയുമാണ് അവർ ആഗ്രഹിക്കുന്നത്. അതായത് അവരെ മനസ്സിലാക്കുന്ന, അവരെ ആഴത്തിൽ അക്സെപ്റ്റ് ചെയ്യുന്ന ഒരു പാർട്ട്ണർ എനർജീനെയും അവർ വളരെയധികം ആഗ്രഹിക്കുന്നുണ്ട്. ആ ഒരു കാര്യത്തിനും അവർ ആക്ഷൻ എടുക്കും ഉടനെ തന്നെ. അതായത് ഹെൽത്ത് ആൻഡ് വെൽത്ത് എനർജിക്കും അവർ ആക്ഷൻ എടുക്കും, അതും അവർ ശക്തമായിട്ട് ഫോക്കസ് ചെയ്യുന്നുണ്ട്. അവരുടെ ജീവിതത്തിൽ ഒരു സൺ റൈസിങ് എനർജിയാണ് അവർ ആഗ്രഹിക്കുന്നതെന്നാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത് കേട്ടോ. എന്താണെങ്കിലും ഇതിനകത്ത് ഒരു പോസിറ്റിവിറ്റിയുടെ ഒരു പ്രസൻസ്, ഒരു പോസിറ്റീവ് ആകുന്ന തോട്ട്സിൻ്റെ ഒരു പ്രസൻസ് നിങ്ങളുടെ വ്യക്തിയിൽ സ്ട്രോങ് ആയിട്ട് നിൽക്കുന്നു എന്ന് തന്നെയാണ് കാണാൻ സാധിക്കുന്നത്.